Today we are going to learn about superconductivity, thermodynamics of superconductivity, London equation. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോണത്. ബിഫോർ ഗോയിങ് ടു ദാറ്റ് നമുക്ക് എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർട്ടൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഒബേ ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബിലോ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ TCയിൽ നമ്മൾ ഒരു മെറ്റീരിയലിനെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി, ആ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. അതിന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. അതായത് ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കുക. ആ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? നമുക്കറിയാം, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി 1/0 ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫൈനൈറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് ഒബേ ചെയ്യുന്ന ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഒബേ ചെയ്യുന്ന ഒരു എഫക്റ്റാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തിലൂടെ പാസ് ചെയ്ത് പോവില്ല. ഈ ഒരു മെറ്റീരിയൽ, അതായത് എല്ലാ ഫീൽഡ് ലൈൻസിനെയും ഈ ഒരു മെറ്റീരിയൽ എന്താണ് എക്സ്പെൽ ചെയ്തിട്ട് കളയും. അതിനെയാണ് നമ്മൾ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫീൽഡ് ലൈൻസ് ഉള്ളിൽ എന്തായിരിക്കും, ഫീൽഡ് 0 ആയിരിക്കും. മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മെയ്സ്നർ എഫക്റ്റ് ഒബേ ചെയ്യുന്നത് ചെയ്യാത്തതായിട്ടുള്ള മെറ്റീരിയൽ, അതനുസരിച്ചിട്ട് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ തന്നെ 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. ഈ ടൈപ്പ് 1 എന്താണ്, മെയ്സ്നർ എഫക്റ്റ് ഒബേ ചെയ്യും, ഫീൽഡ് ഉള്ളിൽ എന്തായിരിക്കും 0 ആയിരിക്കും. ടൈപ്പ് 2 എന്താ, മെയ്സ്നർ എഫക്റ്റ് ഒബേ ചെയ്യില്ല. ഇനി ഈ ഒരു മെയ്സ്നർ എഫക്റ്റ്, അതായത് ഫീൽഡ് ലൈൻസ് ഉള്ളിൽ 0 ആവുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സൂപ്പർ കണ്ടക്ടർ 0 എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അത് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ബിലോ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ TCയിലാണല്ലോ ഈ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആവുന്നത്. അപ്പോൾ നമുക്കതിനെ എന്താക്കാം, നോർമൽ സ്റ്റേറ്റിലാക്കണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ എന്താ, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നോർമൽ സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസൊക്കെ പാസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതെന്താ, റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയലിനെ നോർമൽ സ്റ്റേറ്റിലേക്കും നോർമലിലുള്ളതിനെ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്കും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു മെയിൻ ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തെർമോഡൈനാമിക്സ് ഓഫ് സൂപ്പർ കണ്ടക്റ്റിംഗ് ട്രാൻസിഷൻസ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ലിക്വിഡിനെ നമുക്ക് വേപ്പറാക്കാൻ പറ്റും, വേപ്പറിനെ ലിക്വിഡാക്കാൻ പറ്റും. അവിടെ നമ്മളൊരു തെർമോഡൈനാമിക്സ് യൂസ് ചെയ്തിട്ടാണ് അത് സ്റ്റഡി ചെയ്യുന്നത്. അതേ തെർമോഡൈനാമിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നോർമൽ ടു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നടക്കുന്ന ട്രാൻസിഷൻ സ്റ്റഡി ചെയ്യാൻ പറ്റും. ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ഈസ് ദ thermodynamically reversible, just as same as the transition between liquid and vapor phases of a substance. റിവേഴ്സിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ഞാൻ പറഞ്ഞു മെയ്സ്നർ എഫക്റ്റ് ഒബേ ചെയ്യുന്നതാണ്. അവിടെ B is equal to 0 ഇൻസൈഡ് എ സൂപ്പർ കണ്ടക്ടർ. ഇനി ഇൻറ്റേർണൽ എനർജി ഡെൻസിറ്റിയാണ്. ഇൻ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റേർണൽ എനർജി ഡെൻസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, du is equal to TdS plus HdM, where U is the internal energy, T is the temperature, S is the entropy, H is the strength of the magnetic field and M is the magnetization. ഇനി നമ്മളൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഇത് ഇൻറ്റേർണൽ എനർജി ഡെൻസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് du is equal to TdS minus PdV. ഇവിടെ നമ്മൾ നേരത്തെ എന്താണ്, TdS plus HdM ആണ്. ഇവിടെ TdS minus PdV. ഈ 2 എക്സ്പ്രഷനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, P എന്ന് പറയുന്നത് -Hഉം V എന്ന് പറയുന്നത് V വോള്യമാണ്, P പ്രഷറുമാണ്, അതെന്ന് പറയുന്നത് -Hഉം M ആണ് നേരത്തെ കണ്ടിട്ടുള്ള ഇക്വേഷനിൽ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ലിക്വിഡ് വേപ്പർ ട്രാൻസിഷൻ്റെ തെർമോഡൈനാമിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഗിബ്സ് ഫ്രീ എനർജി ഉണ്ട്. ഗിബ്സ് ഫ്രീ എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് G is equal to U minus TS plus PV. U എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി, T ടെമ്പറേച്ചർ, S എൻട്രോപ്പി, P പ്രഷർ, V വോള്യം. അപ്പോൾ നമ്മളിവിടെ PV ഉണ്ടല്ലേ, ഈ Pക്കും Vക്കും പകരം നമുക്കറിയാം, നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, Pക്ക് പകരം -Hഉം Vക്ക് പകരം Mഉം. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് G is equal to U minus TS minus HdM എന്ന് കിട്ടി. ഇനി ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ LHSൽ എന്തുണ്ട്, dg is equal to du മൈനസ്, ഇനി TS എന്നുള്ള ടേം പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ TdS മൈനസ് SDT മൈനസ് HdM മൈനസ് MdH. ഇനി ഇവിടെ ഫസ്റ്റ് ടേം തന്നെ എന്താ, dg is equal to du ആണ്. duവിന് നമുക്കറിയാം, നമുക്കൊരു എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലുള്ള ഡിയുവിൻ്റെ എക്സ്പ്രഷൻ എന്താ, du is equal to TdS plus HdM ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
ഇക്വേഷൻ 1ലുള്ള ഡി യുവിനുള്ള എക്സ്പ്രഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡി ജിയുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഡി ജി ഈസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് എച്ച് ഡി എം മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി മൈനസ് എച്ച് ഡി എം മൈനസ് എം ഡി എച്ച് എന്ന് കിട്ടി. ഇനി ഇവിടെ ടി ഡി എസും എച്ച് ഡി എമ്മും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി മൈനസ് എം ഡി എച്ച് എന്ന് കിട്ടും. ഇനി നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഡി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എം ഡി എച്ച് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ചേഞ്ച് ഇൻ ഫ്രീ എനർജിക്കുള്ള എക്സ്പ്രഷൻ, ജനറൽ എക്സ്പ്രഷൻ ഫോർ ചേഞ്ച് ഇൻ ഫ്രീ എനർജി. ഇനി ഫോർ നോർമൽ സ്റ്റേറ്റ്, സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. ഇനി നോർമൽ സ്റ്റേറ്റിലും സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലും ഈ ഒരു ഗിബ്സ് ഫ്രീ എനർജിക്ക് എന്തൊക്കെ ചേഞ്ചാണ് നമ്മളൊരു ഫീൽഡിൽ വെക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇനി ഫോർ നോർമൽ സ്റ്റേറ്റ് ആവുന്നത് എപ്പോഴാണ്? ടി ഗ്രേറ്റർ ദാൻ ടി സി, എബോവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് ആ ഒരു മെറ്റീരിയൽ നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ദ നോൺ മാഗ്നറ്റിക് ഇൻ നേച്ചർ. നോൺ മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ എം എസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കറിയാം ഡി ജിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് എം ഡി എച്ച് ആണ്. എം 0 ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡി ജി എന്ന് പറയുന്നത്, ജി എൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമൽ സ്റ്റേറ്റിലുള്ള ഗിബ്സ് ഫ്രീ എനർജീനെയാണ്. അപ്പോൾ ഡി ജി എൻ എസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ജി എൻ ഓഫ് ടി കോമ എച്ച് ഇസ് ഈക്വൽ ടു ജി എൻ ഓഫ് ടി കോമ 0. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻ നോർമൽ സ്റ്റേറ്റ് ദ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് സ്പെസിമെൻ ഹാസ് നോട്ട് ചേഞ്ച്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യുന്നില്ല? ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആവുന്നില്ല. ഏത് കേസിൽ? നോർമൽ സ്റ്റേറ്റിൽ. ഇനി സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. അവിടെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ടി സി ആയിരിക്കും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവായിരിക്കും ടെമ്പറേച്ചർ. സൂപ്പർ കണ്ടക്ടർ ഫോളോ മേസ്നർ എഫക്റ്റ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്? മേസ്നർ എഫക്റ്റ് ഒബേ ചെയ്യുന്നുണ്ട്. ബി ഇൻസൈഡ് സൂപ്പർ കണ്ടക്ടർ 0 ആയിരിക്കും. ബി ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കറിയാം ബീൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു 4πm പ്ലസ് എച്ച് ആണ്. എം എസ് ഈക്വൽ ടു മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 4π. ഇനി ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഡി ജി ഇസ് ഈക്വൽ ടു മൈനസ് എം ഡി എച്ച്. അവിടെ എമ്മിന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഡി എച്ച്. ഇനി ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ജി എസ് ടി കോമ എച്ച് ഇസ് ഈക്വൽ ടു ജി എസ് ടി കോമ 0 എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8π. എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 8π എന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്തപ്പോൾ എച്ച് ബൈ 4π ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതാണ് ഇവിടെ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8π. ഡി എച്ചിനെ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് കിട്ടുക, ഡി എച്ച് ഇൻറ്റഗ്രേഷനിൽ പോകും. ബാക്കി ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അവിടെ ഒരു പ്ലസ് സൈന് കൂടെ ഉണ്ട് കേട്ടോ. ജി എസ് ഓഫ് ടി കോമ 0 പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8π എന്നാണ് ഇക്വേഷൻ 7ലുള്ള RHSൽ. ദിസ് എക്സ്പ്രഷൻ ഗീവ്സ് ദ ഗിബ്സ് ഫ്രീ എനർജി ഫോർ എ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എച്ച്. മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ആകുമ്പോൾ എന്തിലുണ്ടാവുന്ന സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലുണ്ടാവുന്ന ഗിബ്സ് ഫ്രീ എനർജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെൻസ് ഗിബ്സ് ഫ്രീ എനർജി ഓഫ് എ സ്പെസിമെൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ പ്ലേസിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി എന്താണ്? ഇൻക്രീസ് ആയി. നേരത്തെ എന്തായിരുന്നു? സെയിം ആയിരുന്നു. നോർമൽ സ്റ്റേറ്റിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ ഇൻക്രീസ് ആയി. ഇനി ഗിബ്സ് ഫ്രീ എനർജി രണ്ടും ഈക്വൽ ആവുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് എച്ച് സി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലുള്ള ഫീൽഡാണ് ഈ ക്രിട്ടിക്കൽ ഫീൽഡ് എച്ച് സി എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? നോർമലിലുള്ള ഗിബ്സ് ഫ്രീ എനർജിയും സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഗിബ്സ് ഫ്രീ എനർജിയും സെയിം ആയിരിക്കും. നമുക്കത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷനാണ് നമ്മൾ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ജി എൻ ഓഫ് ടി കോമ എച്ച് സി ഈസ് ഈക്വൽ ടു ജി എസ് ഓഫ് ടി കോമ എച്ച് സി. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. ഇനി നമ്മൾ എന്താ നേരത്തെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ 6 and 7 അതായത് നോർമൽ സ്റ്റേറ്റിലുള്ള ഗിബ്സ് ഫ്രീ എനർജീൻ്റെ എച്ചിന് പകരം എച്ച് സി കൊടുക്കുക. അതേപോലെ തന്നെ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഗിബ്സ് ഫ്രീ എനർജിയുടെ എക്സ്പ്രഷനിലും എച്ചിന് പകരം എച്ച് സി കൊടുക്കുക. ഇനി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജി എൻ ഓഫ് ടി കോമ 0 ഈസ് ഈക്വൽ ടു, അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ജി എസ് ഓഫ് ടി കോമ 0 ആണ്. ജി എസ് ഓഫ് ടി കോമ 0 പ്ലസ് എച്ച് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8π. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി എൻ ഓഫ് ടി കോമ 0 മൈനസ് ജി എസ് ഓഫ് ആണ്. ജി എസ് ഓഫ് ടി കോമ 0 ഈസ് ഈക്വൽ ടു എച്ച് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8π. ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ബൈ ജോർട്ടെ ആൻഡ് കാശ്മീർ. അവരാണ് ഈ ഗിബ്സ് ഫ്രീ എനർജി തെർമോഡൈനാമിക്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബ്സ് ഫ്രീ എനർജിക്ക് ഒരു എക്സ്പ്രഷൻ നോർമൽ സ്റ്റേറ്റിലും സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലും ഈ ഒരു ഇക്വിലിബ്രിയം കേസിലും എന്താണെന്നുള്ളത് സ്റ്റഡി ചെയ്തത് ഇവർ രണ്ടുപേരാണ്. ഇനി എൻട്രോപ്പിയാണ് പറയുന്നത്. നമ്മൾ അറിയാം എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താ? മെഷർ ഓഫ് ഡിസോർഡർനെസ് ആണ്. ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം ഡിസോർഡർനെസ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് എൻട്രോപ്പി വെച്ചിട്ട്. നമ്മളൊരു സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മളറിയാം ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് വേണ്ടിവരാം. നമ്മൾ മെറ്റീരിയലിനെ കൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവിടെ എൻട്രോപ്പിയിൽ എന്ത് ചേഞ്ചാണ്, എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് ആവണമെന്നാണ് പറയുന്നത്.
In all superconductors, the entropy decrease on cooling below a critical temperature. നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ബിലോ ആയിട്ട് കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഡിസോർഡർനെസ് കുറയാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർനെസ് എന്താ, കൂടുകയാണ്. അത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുന്തോറും അതിൻ്റെ ഓർഡർനെസ് കൂടി വരികയാണ്. The entropy is the measure of disorderness of the system. The observed decrease in entropy between the normal and superconducting state tells us that the superconducting state is more ordered than the normal state. Superconducting state ആയിരിക്കും more ordered ആയിട്ടുണ്ടായിരിക്കുക, അതായത് ഡിസോർഡർനെസ് ഏറ്റവും കുറവുള്ളത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും. The decrease in entropy between normal and superconducting state means that some or all the electrons thermally excited in the normal state are ordered in ദ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. അതായത് ഇലക്ട്രോൺസ് തേർമലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് നോർമൽ സ്റ്റേറ്റിൽ തേർമലി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇലക്ട്രോണിക്സ് എന്തായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വന്നിട്ട് ഓർഡർ ആവും സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ. ഇനി സ്പെസിഫിക് ഹീറ്റാണ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡീൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിനൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയാണ്, നോർമൽ സ്റ്റേറ്റിലുള്ളൊരു മെറ്റീരിയലും സൂപ്പർ കണ്ടക്റ്റീവ് സ്റ്റേറ്റിലുള്ളൊരു മെറ്റീരിയലാണ്. ആ കേസിൽ വരുമ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റിന് എന്തൊക്കെ ചേഞ്ചാണ് ഉണ്ടാവുന്നത് അതിൻ്റെ എക്സ്പ്രഷനിൽ എന്നാണ് പറയുന്നത്. ഇവിടെ നോർമൽ സ്റ്റേറ്റിൽ വരുമ്പോൾ 2 ടൈപ്പ് ഫാക്ടേഴ്സ് കാരണമുള്ള സ്പെസിഫിക് ഹീറ്റ് കൊണ്ടാണ് നോർമൽ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ പറയുന്നത്. ഈ 2 ഫാക്ടർ കാരണം ഉണ്ടാകുന്ന സ്പെസിഫിക് ഹീറ്റ് വെച്ചിട്ടാണ്. ഒന്നാമത്തേതാണ് ഇലക്ട്രോണിക് സ്പെസിഫിക് ഹീറ്റും, രണ്ടാമത്തേത് ഫോണോണിൻ്റെ കോൺട്രിബ്യൂഷൻ കാരണം ഉണ്ടാകുന്ന സ്പെസിഫിക് ഹീറ്റും. ഇനി അതിൻ്റെ എക്സ്പ്രഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. CN is equal to C electron plus C phonon, where C electron is the specific heat of the electron in a metal and C phonon is the contribution due to the lattice vibration at low temperature. ലോ ടെമ്പറേച്ചറിലുള്ള ലാറ്റിസ് വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന സ്പെസിഫിക് ഹീറ്റ്, ഫോണോൺസ് കാരണം ഉണ്ടാകുന്ന സ്പെസിഫിക് ഹീറ്റാണ് C ഫോണോൺ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സ്പെസിഫിക് ഹീറ്റ് എന്താ, ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് CN(T) is equal to C ഇലക്ട്രോൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ലീനിയർലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ C ഇലക്ട്രോൺ പ്രൊപ്പോർഷണൽ ടു T ആയിരിക്കും. C ഇലക്ട്രോൺ is equal to ഗാമ T. അതിനാണ് ഇവിടെ ഗാമ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. C ഇലക്ട്രോൺ is equal to ഗാമ T പ്ലസ് C ഫോണോണിന് പകരം ബീറ്റ T3. അപ്പം C ഫോണോൺ കാരണം ഉണ്ടാകുന്ന സ്പെസിഫിക് ഹീറ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ടെമ്പറേച്ചറിന് T3 അനുസരിച്ചിട്ടാണ് വേരി ചെയ്യുന്നത്, പ്രൊപ്പോർഷണൽ ടു T3 ആയിരിക്കും. അപ്പം എക്സ്പ്രഷൻ എന്തായിട്ട് മാറി, CN(T) അത് നോർമൽ സ്റ്റേറ്റിലുള്ള സ്പെസിഫിക് ഹീറ്റ്, ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഗാമ T പ്ലസ് ബീറ്റ T3 ആണ്. ഈ ബീറ്റ T3 എന്ന് പറയുന്നത് ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ലോ ടെമ്പറേച്ചേഴ്സിലൊക്കെ കേട്ടോ. സിൻസ് ദ സൂപ്പർ കണ്ടക്ടിവിറ്റി അഫക്ട്സ് ഇലക്ട്രോൺ, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെയാണ്. ദ ലാറ്റിസ് വൈബ്രേഷൻ പാർട്ട് റിമൈൻസ് അൺഅഫക്റ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് ദ സെയിം വാല്യൂ ബീറ്റ T3 ഇൻ ദ നോർമൽ ആൻഡ് സൂപ്പർ കണ്ടക്ടിംഗ് സ്റ്റേറ്റിൽ ബീറ്റ T3 തന്നെ ആയിരിക്കും ഫോണോണിൻ്റെ സ്പെസിഫിക് ഹീറ്റിനുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഫോർ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ദ ഇലക്ട്രോണിക് സ്പെസിഫിക് ഹീറ്റ് C ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ C ഇലക്ട്രോൺ ടെമ്പറേച്ചറിന് ലീനിയർലി ഗാമ T അങ്ങനെയല്ല വേരി ചെയ്യുന്നത്, ഒരു എക്സ്പോണൻഷ്യലി ഉള്ള ഒരു അങ്ങനത്തെ ഒരു ബന്ധമാണ് ഇത് തമ്മിലുള്ളത്, C ഇലക്ട്രോൺ തമ്മിലുള്ളത്. C ഇലക്ട്രോൺ ഓഫ് T is equal to A exponential minus delta divided by KBT. ഇവിടെ ഡെൽറ്റ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പാണ്, KB എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. ഓക്കെ, ഇനി എൻട്രോപ്പി വേഴ്സസ് സ്പെസിഫിക് ഹീറ്റ് തമ്മിലുള്ള കേർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നോർമൽ സ്റ്റേറ്റിലാവുമ്പോൾ എന്താ ലീനിയർലി ആയിരുന്നു, ഗാമ T വേരി ചെയ്യുന്നതാണ് ആ നോർമൽ സ്റ്റേറ്റിൽ ആ സ്ട്രേറ്റ് ലൈൻ കാണിക്കുന്നത്. സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്താ ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ് അവിടെ ഉള്ളത്. TCന്ന് എങ്ങനെയാണ് എൻട്രോപ്പിയിൽ ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ് അവിടെ കാണിക്കുന്നത്. X ആക്സിസിലെ ടെമ്പറേച്ചറും Y ആക്സിസിൽ സ്പെസിഫിക് ഹീറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫിൽ നിന്ന് എന്താ, ദ ഗ്രാഫ് ഷോസ് ദാറ്റ് ദർ ഈസ് എ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ സ്പെസിഫിക് ഹീറ്റ് കർവ് അറ്റ് ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ സച്ച് ആർ കോൾഡ് സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻസ്. അവിടെ ഒരു ടെമ്പറേച്ചർ TCയിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ, ഈ സച്ച് ട്രാൻസിഷന് നമ്മൾ സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. ഈ സെക്കൻഡ് ഓർഡർ എന്ന് പറയാൻ കാരണം നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി വെച്ചിട്ടാണ് പറയുന്നത്. ഗിബ്സ് ഫ്രീ എനർജിയുടെ ഓർഡർ വെച്ചിട്ടാണ് ഈ ട്രാൻസിഷൻ്റെ ഓർഡർ പറയുന്നത്. അപ്പോൾ CP is equal to minus T² D² divided by dx² എന്നാണ് എക്സ്പ്രഷൻ. അപ്പോൾ D²G സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ അല്ല അത്, ജീൻ്റെ ഇതിലുള്ളത് ഓർഡർ ഓഫ് ട്രാൻസിഷൻ. അപ്പോൾ
സെക്കൻഡ് ഓർഡർ ഓഫ് ട്രാൻസിഷൻ അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇനി ദ എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് ആൻ ഇൻഡൻറ്റേഷൻ ഓഫ് ഫൈനൈറ്റ് ഗ്യാപ്പ് ഇൻ ദ എനർജി സ്പെക്ട്രം ഓഫ് ദ ഇലക്ട്രോണിൻ്റെ ഒരു ഫൈനൈറ്റ് എനർജി ഗ്യാപ്പാണ് എന്ത് കാണിക്കുന്നത്, ഒരു എക്സ്പൊണൻഷ്യൽ ടേം കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ലണ്ടൻ ഇക്വേഷൻസ്, മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് മേസ്നർ എഫക്റ്റ് വി സീ ദാറ്റ് സൂപ്പർ കണ്ടക്ടർ ഇജക്റ്റ് ഫ്ലക്സ്, സൂപ്പർ കണ്ടക്ടർ എന്താ ഫ്ലക്സിനെയൊക്കെ ഇജക്റ്റ് ചെയ്തിട്ട് റിപ്പൽ ചെയ്തിട്ട് എക്സ്പെൽ ചെയ്തിട്ടാണ് ഉള്ളിൽ ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. ദിസ് വുഡ് മീൻ B equal to 0 inside the specimen which is in violation of Maxwell equation. The Maxwell equation ആണ്. കാരണം ഡെൽ ക്രോസ് E is equal to minus dou B by dou T ആണ്. ഈ 0 ആണെന്നുണ്ടെങ്കിൽ എന്താ, dou B by dou T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ B കോൺസ്റ്റൻ്റ് അവിടെ ഒരു വയലേഷൻ വന്ന് അത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ലണ്ടൻ ഇക്വേഷൻ വെച്ചിട്ടാണ്. ദിസ് കോൺഫ്ലിക്റ്റ് വാസ് ഫർദർ അഡ്രസ്ഡ് ബൈ ലണ്ടൻ ബ്രദേഴ്സ് ഹു അഡോപ്റ്റഡ് ദ 2 ഫ്ലൂയിഡ് മോഡൽസ് ഓഫ് ജോർട്ടെ ആൻഡ് കശ്മീർ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് 2 more ഇക്വേഷൻ ടു എക്സ്പ്ലെയിൻ ദ ഒബ്സർവ്ഡ് ഫിനോമിന. ഈ ഒരു ഒബ്സർവ്ഡ് ഫിനോമിന സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ലണ്ടൻ ബ്രദേഴ്സാണ് ഈ ലണ്ടൻ ഇക്വേഷൻസ് കൊണ്ടുവരുന്നത്. Superconductors were assumed to have 2 electrons, namely super electrons and normal electrons. രണ്ട് type of electrons ആണ് super electrons and normal electrons. The super electrons do not undergo scattering and have zero entropy and long coherence length up to the order of 10 angstrom. The superconductorsന് എന്താണ് സ്കാറ്ററിങ്, സ്കാറ്ററിങ് നടക്കില്ല, 0 എൻട്രോപ്പി ആയിരിക്കും ഉണ്ടായിരിക്കുന്ന, ലോങ് കോഹറൻസ് ലെങ്ത് ഉണ്ടായിരിക്കും. ദ നോർമൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കൺവെൻഷണൽ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ തന്നെയാണ് നോർമൽ ഇലക്ട്രോൺസ് കാണിക്കുന്നത്. സൂപ്പർ ഇലക്ട്രോൺസും നോർമൽ ഇലക്ട്രോൺസും രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. The proportion of normal and super electrons is dependent on the temperature. ഇനി ഈ നോർമൽ ഇലക്ട്രോണും സൂപ്പർ ഇലക്ട്രോണിൻ്റെയും അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും, ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും. അറ്റ് ടെമ്പറേച്ചർ എബോവ് ടി സി, ടെമ്പറേച്ചർ എബോവ് ടി സിയിൽ നമുക്കറിയാം അത് നോർമൽ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും, നോർമൽ ഇലക്ട്രോൺസ് ആയിരിക്കും ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. at above temperature Tc and up to T equal to Tc, all the electrons are the normal electrons. അപ്പോൾ normal electrons ആയിരിക്കും ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. On reduction of temperature the number of super electrons increases. അതായത് നോർമൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞു വരും. കാരണം സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നോർമൽ ഇലക്ട്രോൺസ് കുറഞ്ഞു വന്നിട്ട് സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങും. when T equal to 0 Kelvin, T എപ്പോഴാണ് 0 Kelvin ആണെന്ന്, ഓൾമോസ്റ്റ് ഓൾ ദി ഇലക്ട്രോൺസ് ആ സൂപ്പർ ഇലക്ട്രോൺസ്, എല്ലാ നോർമൽ ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും, സൂപ്പർ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൾവേസ് റിമൈൻ കോൺസ്റ്റൻറ്റ്. അതായത് NS പ്ലസ്, അതായത് ഈ നമ്പർ ഓഫ് സൂപ്പർ ഇലക്ട്രോൺസും നമ്പർ ഓഫ് സൂപ്പർ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസിൻ്റെയും സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അത് ഓൺലി ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. നമ്മളിപ്പോൾ ഒന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും കുറയും. ഇപ്പോൾ നോർമൽ ഇലക്ട്രോൺ ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചപ്പോൾ നോർമൽ ഇലക്ട്രോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 1 ആക്കിയിട്ട് എടുക്കുന്നു. 1 ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഇലക്ട്രോൺസ് അവിടെ 0 ആയിരിക്കും. അപ്പോൾ അത് ഹൈ ടെമ്പറേച്ചറാണ്. ഇനി ലോ ടെമ്പറേച്ചറിലേക്ക് വരുന്തോറും എന്താ, ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ നമ്പർ ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ് കൂടും. അപ്പോൾ സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി 1 ആവുന്നു. അപ്പോൾ നമ്മുടെ നോർമൽ ഇലക്ട്രോൺസ് എന്തായിരിക്കും, 0ലേക്ക് കുറഞ്ഞു വന്ന് 0 ആയിട്ട് മാറും. അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ടോട്ടൽ ഡെൻസിറ്റി N. നോർമൽ ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് സൂപ്പർ ഇലക്ട്രോൺസ് ക്യാൻ ബി ഡിനോട്ടഡ് എസ്. നോർമൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, N ആണ്. N is equal to Nn plus Ns, where Ns and N are the density of super electrons and normal electrons respectively. The supercurrent dominates the conduction and the contribution of normal current is negligible. The supercurrent dominate ചെയ്യും കണ്ടക്ഷനിൽ, എന്താണ് സൂപ്പർ കറൻറ്റ് ഡൊമിനേറ്റ് ചെയ്യും. ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് നോർമൽ കറൻറ്റ് പറയുന്നത് ഭയങ്കര നെഗ്ലിജിബിൾ ആയിരിക്കും. ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് സൂപ്പർ ഇലക്ട്രോൺ ഈസ്, പിന്നെ ഒരു സൂപ്പർ ഇലക്ട്രോൺ VS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെലോസിറ്റിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ന്യൂട്ടൺ സെക്കൻഡിൽ വെച്ചിട്ട് നമുക്കറിയാം F is equal to ma ആണ്. അപ്പോൾ F is equal to m dVs divided by dt ആയിരിക്കും. F എന്ന് പറയുന്നത് എന്തായിരിക്കും, QE എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ട്. Q എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -E ആണ്. അപ്പോൾ F is equal to -EE എന്ന് കിട്ടും.
ഈ രണ്ട് എക്സ്പ്രഷൻ രണ്ട് ഫോഴ്സിൻ്റെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എം ദീസ് ഡി വി ഡിവൈഡഡ് ബൈ ഡി വി എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ എന്ന് കിട്ടും. വേർ എം ഈസ് ദ മാസ്, വി എസ് ഈസ് ദ വെലോസിറ്റി ആൻഡ് ഈസ് ദ ഈനെ നമ്മളിവിടെ സ്മോൾ ട്രാൻസിയൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. വിച്ച് അറൈസസ് വിത്തിൻ ദ മെറ്റീരിയൽ ആക്സിലറേറ്റിംഗ് ദ സൂപ്പർ ഇലക്ട്രോൺസ് വിത്തൗട്ട് എനി ഡിസിപ്പേഷൻ. അതൊരു മെറ്റീരിയലിൽ അറൈസ് ചെയ്യുന്ന എന്താണ് മെറ്റീരിയൽ അറൈസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് കറണ്ട് ഡെൻസിറ്റി ഓഫ് ദ സൂപ്പർ ഇലക്ട്രോൺസ് ജെ എസ്, ഒരു സൂപ്പർ ഇലക്ട്രോണിൻ്റെ കറണ്ട് ഡെൻസിറ്റി ജെ എസിൻ്റെ എക്സ്പ്രഷനാണ്. ജെ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ എൻ എസ് വി എസ് ആണ്. എൻ എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ്, ഇ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, വി എസ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, ഇനി സൂപ്പർ ഇലക്ട്രോൺ ആണ്, വെലോസിറ്റി ഓഫ് സൂപ്പർ ഇലക്ട്രോൺ. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് ദ എബോവ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ വി എസ് ഡി വി എസ് ഡിവൈഡഡ് ബൈ ഡി ടി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ഡി വി എസ് ഡിവൈഡഡ് ബൈ ഡി ടി, ഡി വി എസ് ഡിവൈഡഡ് ബൈ ഡി ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കറിയാം ഈ എക്സ്പ്രഷനിൽ നിന്ന് ഇക്വേഷൻ 2 നമുക്ക് ഡി വി എസ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ എൻ എസ് ഇൻറ്റു മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ എൻ എസ് ഇ ഡിവൈഡഡ് ബൈ എം. ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൻ എസ് ഇ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ എം. എൻ എസ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ്, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ട്രാൻസിയൻറ്റ് ഫീൽഡ്, എം മാസ്. ദിസ് ഇസ് കോൾഡ് ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടൈമിനനുസരിച്ച് എങ്ങനെയാണ് ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി ജെ എസ് സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ കറണ്ട് ഡെൻസിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫീൽഡ് നമ്മൾ കൊടുക്കുന്നില്ല വെച്ചാൽ എന്തായിരിക്കും? ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു 0 ആയിരിക്കും. ഇതെന്താ കാണിക്കുന്നത്? ദ കറണ്ട് ഡെൻസിറ്റി ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഹാസ് എ ഫൈനൈറ്റ് വാല്യൂ ഈവൻ വെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആവുകയാണെങ്കിൽ പോലും അവിടെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള കറണ്ട് ഡെൻസിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ സ്റ്റഡി കറണ്ട് ഇൻ എ സൂപ്പർ കണ്ടക്ടർ. എപ്പോഴും ഒരു സ്റ്റഡി കറണ്ട് ഒരു സൂപ്പർ കണ്ടക്ടറിന് ഉണ്ടാവാൻ പോസിബിളാണ്, ആ ഒരു ചാൻസ് ഉണ്ട്. ദ നോർമൽ കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് സൂപ്പർ ഇലക്ട്രോണിൻ്റെ കറണ്ട് ഡെൻസിറ്റിയാണ്. നോർമൽ കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ ആണ്. ഇത് എബോ എക്സ്പ്രഷനിൽ ഇ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? ജെ ഈക്വൽ ടു 0 ആയിരിക്കും. ദിസ് ഷോസ് ദാറ്റ് ദ നോർമൽ കറണ്ട് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ നോർമൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കൺസിഡറിങ് ദ മാക്സ്വെൽ ഇക്വേഷൻ നമുക്കറിയാം ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ബി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഫീൽഡ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടെമ്പറേച്ചർ. ദർ ഇസ് എ constant flux inside the superconductor. This is in contradiction to the observed Meissner effect. Observed Meissner effect ന് കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ഇവിടെ ഫീൽഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനി ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലണ്ടൻ ഷോഡ് ദ ഫോളോയിങ് പ്രൊസീജിയർ. ടേക്കിംഗ് ദ കേൾ ഓഫ് ദി ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ്റെ കേൾ നമ്മൾ എടുത്തു. ഇക്വേഷൻ 5 ആണ് നമ്മുടെ ഈ ഇക്വേഷൻ, നമ്മുടെ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ്റെ കേൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക? ഡെൽ ക്രോസ് ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൻ എസ് ഇ സ്ക്വയർ ഡെൽ ക്രോസ് ഇ ഡിവൈഡഡ് ബൈ എം. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്താ? മൈനസ് ഡോ ബി ബൈ ഡോ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽ ക്രോസ് ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൻ എസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി. ഇനി എക്സ്പ്രഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് ഡി ജെ എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എൻ എസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് ജെ എസ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പുറത്തിട്ട് ബാക്കി എന്ത് കിട്ടും? ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടീനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി കിട്ടും. ബി ഫീൽഡ് ഈ ചാർജ് എൻ എസ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ്, ജെ എസ് കറണ്ട് ഡെൻസിറ്റി ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ്, എം മാസ്. ദിസ് ഈസ് കോൾഡ് ദ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ. Thus, London equation can give us as the justification for the experimental observation. Experimental observationൽ ചില എറേഴ്സ് വന്നപ്പോഴാണ് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. മാക്സ്വെൽ ഇക്വേഷനായിട്ട് ശരിയാവാത്ത ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി 0 ആകുമ്പോൾ എന്തായിരിക്കും? ഡെൽ ക്രോസ് ജെ എസ് എന്ന് പറയുന്നത് 0 ആയിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് എന്താ? ഡെൽ ക്രോസ് ജെ എസ് ഈക്വൽ ടു 0 ആകുമ്പോൾ
ഓർ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയ്സ്നർ എഫക്റ്റ് ഒബേ ചെയ്യുന്ന ലെറ്റഡ് സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് ആണ്. ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് the ejection of flux is not sudden at the normal to superconducting transition, but the flux decays exponentially. നമുക്കറിയാം ഇജക്ഷൻ ഓഫ് ഫ്ലക്സ് ഒരു മെയ്സ്നർ എഫക്റ്റിൽ നമ്മൾ പറഞ്ഞു ഫീൽഡിൽ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെക്കുമ്പോൾ ഫ്ലക്സ് എക്സ്പെൽ ചെയ്ത് കളയാണ്. അതെന്ന് പറയുന്നത് എന്താണ്, സഡൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ബട്ട് ദ ഫ്ലക്സ് ഡീക്കേസ് എക്സ്പൊണൻഷ്യലി ആണ് ഡീക്ക് ചെയ്തിട്ട് പോണത്. ഇഫ് ലാംഡ എൽ ഈസ് ദ ഡെപ്ത് ഓഫ് ദ പെനട്രേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, വി ഹാവ് del cross js മാക്സ്വെൽ ഇക്വേഷനിൽ del cross js is equal to mu 0 js ആയിരിക്കും. js is the current density. ഞാൻ നമ്മൾ കേൾ എടുക്കുമ്പോൾ del cross js is equal to mu 0 into del cross js. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതെ del cross js അല്ല കേട്ടോ, del cross b ആണ്. del cross b is equal to mu 0 js ആണ്. del cross b is equal to mu 0 into del cross js. അപ്പോൾ നമ്മൾ del dot b മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്യുക ഒരു വെക്ടർ ഐഡൻറ്റിറ്റിയാണ് del cross എ എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, del dot മീൻ മൈനസ് del square b is equal to mu 0 del cross js എന്ന് കിട്ടും. ഇനി ഇതിൽ del dot b എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ del dot p എന്താണ്, 0 ആണ്. ബാക്കി എന്താണത്, മൈനസ് del square b is equal to mu 0 into del cross js. നമ്മൾ del cross js ഒരു എക്സ്പ്രഷൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് സെക്കൻഡ് ലണ്ടൻ ഇക്വേഷനിൽ നിന്ന്. എന്തായിരുന്നു, മൈനസ് ns e സ്ക്വയർ ഡിവൈഡഡ് ബൈ m ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, del square b is equal to മൈനസ് ക്യാൻസൽ ചെയ്ത് പോവും, mu 0 into ns e സ്ക്വയർ ഡിവൈഡഡ് ബൈ m ഇൻറ്റു ബി. del square b is equal to b ഡിവൈഡഡ് ബൈ ലാംഡ എൽ സ്ക്വയർ. വേറെ ലാംഡ എൽ എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് mu 0 ഇൻറ്റു ns e സ്ക്വയർ ഡിവൈഡഡ് ബൈ m. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ.